ഹായ് ഫ്രണ്ട്സ്, ദിവ്യ ടെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് കൊണ്ടൊരു ബർഫിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മുന്തിരിയും ബദാമും ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കൊരു 2-3 മിനിറ്റത്തേക്ക് നമുക്ക് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഒരുമാതിരി ആ നെയ്യ് കിടന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരം അനുസരിച്ച് നമുക്ക് ചേർത്താൽ മതിയായിരിക്കും. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് ഈ പാല് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് തിളപ്പിക്കാം. ഇപ്പം ഈ പാലും ബീട്രൂട്ടും കൂടിയുള്ള ഈ ഒരു നന്നായിട്ട് മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ്. നമ്മൾ മുമ്പ് ചൂടാക്കി വെച്ചേക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഇച്ചിരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നമുക്കിത് ഈ മിക്സ് റവ നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കുക. ഈ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ജീരകവും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പൊ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇതിന്. നമ്മുടെ ബർഫിക്ക് വേണ്ടിയിട്ട് എല്ലാം സെറ്റായി ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ച് നെയ്യ് തൂത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബർഫിക്ക് ഉള്ള കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, വെച്ച് കൊടുക്കണം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ചൂടോടെ വേണം നമ്മൾ ഇങ്ങനെ വെക്കാൻ, ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ ചൂടോടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇനി നമുക്കത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇത് നല്ല ചൂടുണ്ടായിരിക്കണം. എന്നാലേ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ സൈഡിലൊക്കെ നല്ല ലെവലാക്കി ഇതുപോലെ കൊടുക്കുക നന്നായിട്ട്. ഇത് നമ്മൾ 2 മണിക്കൂറത്തേക്ക് നമ്മുടെ ബർഫി നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. എന്നാലേ നന്നായിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് നല്ല സെറ്റായിട്ട്. അപ്പം നമ്മൾ സെറ്റാക്കാൻ വെച്ചത് നമ്മൾ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും എൻ്റെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.